നമസ്കാരം ഉണ്ട് കേട്ടോ. നമ്മൾ ഒരാളെ കുറിച്ചിട്ട് പരദൂഷണം പറയുമ്പോഴേ അല്ലെങ്കിൽ വേണ്ടാത്ത അനാവശ്യങ്ങൾ പറയുമ്പോഴേ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏത് രൂപത്തിലാണ് ഏത് കോലത്തിലാണ് ഇത് ബാധിക്കുക എന്നുള്ള ജീവിതം തന്നെ ഇല്ലാതെയാക്കുന്ന രൂപത്തിലൊക്കെ ഇത് സംഭവിച്ചു പോകാറുണ്ട്. ഞാനൊരു കഥ പറയാം. ഇവിടെ സംഭവിച്ചൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു കേട്ടോ. ആ ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് തൊട്ട അയൽവാസിയായ കുറച്ച് പ്രായമുള്ള ഒരാള് വളരെയധികം അനാവശ്യമായിക്കൊണ്ട് പരദൂഷണങ്ങൾ പറയാൻ തുടങ്ങി. അവൻ മോശമാണ്, വഞ്ചകനാണ്, അല്ലെങ്കിൽ അവൻ കള്ളുകുടിയനാണ്, അല്ലെങ്കിൽ അവൻ കള്ളനാണ് എന്ന് വരെ പറയാൻ തുടങ്ങി. ഇത് ആ പ്രദേശത്താകെ പറഞ്ഞ് എല്ലാവരുടെ ചെവിയിലും എത്തി. അദ്ദേഹത്തെ അങ്ങനെ ഒരു മുദ്ര കുത്താൻ തുടങ്ങിയ ആളുകളെല്ലാം കൂടിയിട്ട്. ഒരു പ്രശ്നമില്ലാത്തൊരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഇദ്ദേഹം ഇത് പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെയാണ് ആ പ്രദേശത്ത് ചെറിയൊരു തെഫ്റ്റ് നടക്കുന്നത്, അതായത് കളവ് നടക്കുന്നത്. അങ്ങനെ സംശയത്തിന്റെ പേരിൽ ഇദ്ദേഹത്തെ പോലീസുകാർ കൂട്ടിയിട്ട് ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ്. കോടതിയിൽ നിന്നും ഇദ്ദേഹത്തെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഇദ്ദേഹം പുറത്തിറങ്ങി. ആ സമയത്ത് എന്താ ഉണ്ടായെന്നറിയോ, ഇദ്ദേഹം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. എന്തിനാണ് ഞാൻ കോടതി കയറേണ്ടി വന്നത്, ഇത്രയധികം പഴി കേൾക്കേണ്ടി വന്നത്, ഇത്രയധികം സമൂഹത്തിൽ മോശമാകേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ തൊട്ട അയൽവാസിയായ മനുഷ്യൻ ഇദ്ദേഹത്തെക്കുറിച്ച് അനാവശ്യമായിക്കൊണ്ട് പരദൂഷണം പറഞ്ഞതിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എനിക്കിതൊക്കെ സംഭവിച്ചത് എന്ന്. അങ്ങനെ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ തീരുമാനിച്ചു കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്ത സമയത്ത് കോടതിയിൽ നിന്നും വിളി വന്ന് രണ്ടുപേരും കോടതിയിലെത്തി, വാദിയും പ്രതിയും. അങ്ങനെ ന്യായാധിപൻ പ്രതിയോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ചെയ്തു, ഇദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് അനാവശ്യമായിട്ടൊക്കെ തൊട്ട അയൽവാസികളോടൊക്കെ പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. സാക്ഷികളെ വിളിച്ചു. സാക്ഷികൾ പറഞ്ഞു, ഇദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു എന്ന്. അങ്ങനെ ന്യായാധിപൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന്. ഈ പ്രതി പറഞ്ഞു, ഞാനൊരു തമാശയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. അങ്ങനെ ഇത് ഇത്രയധികം സ്പ്രെഡായി ഇത്രയധികം മോശമായ രീതിയിൽ ഇത് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എനിക്ക് കോടതി നിരവധികം മാപ്പ് തരണം, എനിക്ക് എന്നോട് ക്ഷമിക്കണം, ഇദ്ദേഹം ക്ഷമിക്കണമെന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. ആ സമയത്ത് ന്യായാധിപൻ പറഞ്ഞു, ഞാനിതിന് വിധി പറയുന്നതിന് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണമെന്ന്. അങ്ങനെ കോടതിയിൽ നിന്നും ബെഞ്ച് ക്ലർക്കിനെ വിളിച്ചു. ക്ലർക്കിനോട് പറഞ്ഞ ഒരു പേനയും ഒരു വെള്ള പേപ്പറും ഈ പ്രതിയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ള പേപ്പറും ഒരു പേനയും കൊടുത്തു. പ്രതിയോട് പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെയാണോ അനാവശ്യങ്ങൾ എഴുതിയത്, ആ അനാവശ്യങ്ങൾ മുഴുവൻ നിങ്ങൾ ഈ പേപ്പറിൽ എഴുതണമെന്ന്. അങ്ങനെ ഇദ്ദേഹം എഴുതാൻ തുടങ്ങി. വഞ്ചകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എഴുതി. കള്ളൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എഴുതി. അല്ലെങ്കിൽ കള്ളുകുടിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എഴുതി. അങ്ങനെ ഒരുപാട് അദ്ദേഹം പറഞ്ഞ ചീത്ത വാക്കുകളെല്ലാം അതിലൊരു പേപ്പറിൽ എഴുതിയിട്ട് തിരിച്ച് ന്യായാധിപന്റെ കയ്യിൽ ഇത് കൊടുത്തപ്പോൾ ന്യായാധിപൻ ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കോടതിയിൽ ഇദ്ദേഹം സമ്മതിച്ചു, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്, എനിക്ക് മാപ്പ് തരണമെന്ന്. അങ്ങനെ ന്യായാധിപൻ ഈ വെള്ള പേപ്പർ ഇദ്ദേഹത്തിന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഈ പേപ്പർ മൊത്തം തുണ്ടമായിട്ട് കഷ്ണങ്ങളായിട്ട് കീറിയിട്ട് ഈ കോടതിയുടെ പുറത്തേക്ക് എറിയൂ എന്നുള്ളത്. അദ്ദേഹം വിചാരിച്ചു ഇതോടുകൂടി തീർന്നു ഈ പ്രശ്നമെന്ന്. അങ്ങനെ ഇദ്ദേഹം ഈ പേപ്പർ കഷ്ണങ്ങളാക്കിയിട്ട് കോടതി വളപ്പിന് പുറത്തേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, തിരിച്ചു വന്ന് കോടതി റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എറിഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ന്യായാധിപൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഈ പേപ്പർ ഞാൻ ഈ വിധി പറയുന്നതിന് മുമ്പ് എനിക്ക് വിധി പറയാനതിന് വേണ്ടി ഞാൻ നാളേക്ക് ഈ വിധി പറയുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ജഡ്ജ്മെന്റ് മാറ്റി വെച്ചിരിക്കുന്നു എന്ന്, നാളെ നിങ്ങൾ വീണ്ടും വരിക എന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയും ഈ ജഡ്ജ്മെന്റ് കേൾക്കുന്നതിന് വേണ്ടി തൊട്ട അയൽവാസികളും നാട്ടുകാരും എല്ലാവരും തടിച്ചുകൂടി. അങ്ങനെ ന്യായാധിപൻ ജഡ്ജ്മെന്റ് പറയുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ എത്തി പ്രതിയോട് വിളിച്ചു ചോദിച്ചു, ഇന്നലെ നിങ്ങൾ എറിഞ്ഞ ആ പേപ്പർ, പുറത്തേക്ക് എറിഞ്ഞ ആ പേപ്പർ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം, എന്നിട്ട് അതെല്ലാം കൂട്ടി വെച്ചുകൊണ്ട് പഴയ പോലെ എനിക്കൊരു പേപ്പറാക്കി തന്നാൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാമെന്ന്. ഇദ്ദേഹം പറഞ്ഞു, എനിക്കതിന് സാധിക്കില്ല, ഇന്നലെ ഒരുപാട് മഴയുണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, ഈ കാറ്റിൽ ഈ പേപ്പറെല്ലാം പാറി പോയിരിക്കുന്നു, അതുകൊണ്ട് ഇനി എനിക്കത് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അപ്പോൾ ന്യായാധിപൻ പറഞ്ഞു, ഇത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ ഗൗരവം എന്നുള്ളത്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ കുറച്ചു കാലത്തേക്ക് ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് നല്ല നടപ്പിന് ശിക്ഷ വിധിച്ചുകൊണ്ട് ആ കോടതി പിരിയുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഇതിൽ പറയാനുള്ള മോറൽ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്ന ഓരോ തമാശക്ക് പറയുന്ന വാക്കുകളും അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറയുമ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പിന്നീട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ആരോടും പരദൂഷണം പറയാതെ, ആരോടും വേണ്ടാത്തത് പറയാതെ, നല്ലത് മാത്രം പറഞ്ഞു ജീവിച്ചും കൊണ്ട് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.